ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്, തെളിഞ്ഞു നിൽക്കേണ്ടത്, കുടുംബജീവിതമാകട്ടെ, സന്യാസ ജീവിതമാകട്ടെ, വൈരാഗ്യമാകട്ടെ, യുവത്വത്തിന്റെ ജീവിതമാകട്ടെ, ഏത് ജീവിതത്തെയും മനോഹരമാക്കി മാറ്റുന്ന വലിയ ഘടകമാണ് ആത്മാർത്ഥത, വിശ്വസ്തത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധർമ്മം എവിടെ കുടികൊള്ളുന്നുണ്ടോ അതിന് പരിഹാരം ആയി തീരുന്നത് ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥതയാണ്, വിശ്വസ്തതയാണ്. എന്റെ സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൽ ആത്മാർത്ഥതയില്ല, വിശ്വസ്തതയില്ല എങ്കിൽ അത് യുവത്വ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ, പുരോഹിത ജീവിതത്തിൽ, ഏത് ജീവിത അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ എടുത്തോ, അവരുടെ ജീവിതത്തെ, കുടുംബത്തെ, സമൂഹത്തെ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമാക്കി മാറ്റുന്നത്, മനോഹരമാക്കി മാറ്റുന്നത് അവരെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ്. ഈ ആത്മാർത്ഥതയുടെ, വിശ്വസ്തതയുടെ ഒരു മേഖല ജീവിതത്തിൽ നിന്ന് അറ്റുപോയാൽ കുടുംബം പരാജയമാണ്, ദാമ്പത്യം പരാജയമാണ്, പുരോഹിത സന്യാസം പരാജയമാണ്. ഏത് ജോലി മേഖലകൾ നിങ്ങൾ എടുത്തോ, ആ ജോലിയിൽ, ഉദ്യോഗസ്ഥ മേഖലയിൽ ഇനി ആയിരിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, അവർ ആത്മാർത്ഥതയില്ല എങ്കിൽ, വിശ്വസ്തതയില്ല എങ്കിൽ ആ ജോലി അതൊരു പരാജയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഇന്ന് വിളിക്കുന്നത് ആത്മാർത്ഥതയുള്ള വ്യക്തിയായി മാറാൻ, ജീവിതത്തിൽ വിശ്വസ്തതയുള്ളവരായി മാറാൻ. ജീവിതത്തോട് വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത, സമൂഹത്തോട്, കുടുംബത്തോട് വിശ്വസ്തത, പൗരോഹിത്യത്തോട്, സന്യാസത്തോട് വിശ്വസ്തത. ഏൽപ്പിക്കപ്പെട്ട ഏത് ദൗത്യമാണ് ആ മേഖലയിൽ ആത്മാർത്ഥത, വിശ്വസ്തതയുള്ളവരായി മാറുമ്പോൾ ഇന്ന് ജീവിതം അനുഗ്രഹമായി മാറുക. ഇന്നത്തെ കർത്താവ് അതിനോട് ചേർക്കുകയാണ്, ദൈവഭയം തിന്മയിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോടുള്ള ഭയം എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവത്തോടുള്ള ആദരവിൽ നിന്ന് മനുഷ്യനിൽ രൂപപ്പെടേണ്ട വലിയൊരു ഭാവമാണ് ദൈവഭയം എന്ന് പറയുന്നത്. എന്റെ കർത്താവിനോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവഭയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവഭയം ഒരു വിശ്വാസിയിൽ അവരെ തിന്മയിൽ നിന്ന് അകറ്റും. അന്ധകാരത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് വിട്ടുമാറി വിശ്വസ്തതയുടെ, വിശ്വാസത്തിന്റെ, ആത്മീയതയുടെ ജീവിതമാക്കി മാറ്റുവാൻ ദൈവഭയം കാരണമായിട്ട് മാറുകയാണ്. കർത്താവായ യേശുവേ, കാരുണ്യവാനായ കർത്താവ്, അങ്ങയുടെ തിരുമുമ്പിലേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഇതാ ഞങ്ങൾ സമർപ്പിക്കാൻ, കരുണയോടെ കടാക്ഷിക്കണമേ. ജീവിതത്തിലെ ആത്മാർത്ഥത ജീവിക്കാൻ, വിശ്വസ്തത ജീവിക്കാൻ സാധിക്കാത്ത ഒരു മകന്റെ, മകളുടെ മേൽ വന്നിരട്ട തിന്മയുടെ, പാപത്തിന്റെ, അന്ധകാരത്തിന്റെ, അവിശ്വസ്തതയുടെ സകല ദുരാത്മാക്കൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല മക്കളിൽ നിന്ന് ഇതാ പൗരോഹിത്യ അധികാരത്തിൽ ബന്ധിക്കുന്നു. ഒരു ചിന്ന ചുമട്ടിലേക്ക് അതിനെ ആട്ടി ഭാവിക്കുന്നു. അവിശ്വസ്തത വിട്ടുമാറി പോകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാൻ, യേശുവിനെ വീണ്ടും വർഷങ്ങളായി ജനിതങ്ങളായ ലോകത്തെ വേദനിക്കുന്ന ഓരോ മക്കളുടെ പേരും കർത്താവേ, അവിടുത്തെ ശക്തി അയച്ച് ഒരു വലിയ സൗഖ്യങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ.
യേശുവേ ഹൃദയമുറക്കത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, യോഗ്യതയുടെ അത്ഭുതകരം നീട്ടി അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന.